അപ്പം വിദ്യാർത്ഥികൾക്ക് പഴയ ആ രീതി അനുസരിച്ച് കുറെ കൂടെ ഉത്സാഹിക്കേണ്ട ഒരു വർഷമാണ്. കാരണം കഠിനാധ്വാനം വേണ്ടി വരും. ചിലപ്പം സിലബസ് മാറിയേക്കാം, അല്ലെങ്കിൽ പഠന പരീക്ഷ പ്രൈം ടൈമുകളിൽ അസുഖമോ കുടുംബക്കാർക്ക് അസുഖമോ അല്ലെങ്കിൽ സാമ്പത്തിക ക്ഷീണമോ അപകടമോ എന്തെങ്കിലും പകർച്ചവ്യാധികൾ സംബന്ധമായ വിഷയങ്ങളോ അല്ലെങ്കിൽ കോളേജിലോ സ്കൂളിലോ പഠന വിഷയങ്ങളിൽ ആ സമയങ്ങളിൽ പ്രധാനപ്പെട്ട വേളകളിൽ സ്ട്രൈക്കോ ഏതെങ്കിലും വന്ന് അതിനകത്തൊക്കെ കുടുങ്ങി, അല്ലെങ്കിൽ ഏതെങ്കിലും ലവ് ഓഫറോ ഒക്കെ വന്ന് നോ കോൺസെൻട്രേഷൻ, നോ മെമ്മറി, നോ മെഡിറ്റേഷൻ, നോ ഹെൽത്ത്. ധാരണകളും ചിന്താവിധികളും ഡൈവേർട്ട് ചെയ്തു പോകും. ഒന്നുമല്ലേ അസുഖം, അല്ലേ അപകടം, അല്ലേ മാതാപിതാക്കൾക്കുള്ള പ്രയാസം, അല്ലെങ്കിൽ കോളേജ് പഠിത്തം സിലബസ് മാറ്റം വരിക, കോളേജ് മാറി പഠിക്കുക. അടുക്കള മാറിയാൽ 6 മാസത്തെ പട്ടിണിയാണെന്നല്ലേ പറയും. സിലബസ് മാറിയാലും വിഷയങ്ങൾ വരും, അല്ലെങ്കിൽ ട്യൂഷൻ മാസ്റ്റർമാരും, അതും അല്ലെങ്കിൽ ഫിസിക്കലായിട്ട് എന്തെങ്കിലും പരീക്ഷാവേളകളിൽ അല്ല പ്രധാനപ്പെട്ട പഠനവേളകളിൽ വരും. കൂടുതൽ ജാഗരൂകരായിരിക്കണം. പഠിത്തത്തിൽ ഇരട്ടി അധ്വാനിക്കണം എന്നാണ് കാണുന്നത്. ഇരട്ടി അധ്വാനിച്ചെങ്കിൽ മാത്രമേ നല്ല മാർക്ക് കിട്ടാൻ വിദ്യാർത്ഥികൾക്ക് സാധ്യതയുള്ളൂ. അതുപോലെ തന്നെ ഉദ്യോഗാർത്ഥികൾക്കാണെന്നുണ്ടെങ്കിലും ടെസ്റ്റും ഇൻ്റർവ്യൂ ഒക്കെ പാസ്സായാൽ പോലും വെയിറ്റിംഗ് ലിസ്റ്റിൽ നിൽക്കേണ്ടി വരും. വെയിറ്റിംഗ് ലിസ്റ്റ് എന്ന് പറയുമ്പോൾ അത് ഗവൺമെൻറ് ജോലിയുടെ മാത്രമായിരിക്കുന്നില്ല. വിദേശ ജോലിയായിരുന്നാലും പ്രൈവറ്റ് ജോലിയായിരുന്നാലും ഏതെങ്കിലും നിർമ്മാണ പ്രസ്ഥാനങ്ങളായിരുന്നാലും ഒരു പുതിയ ബിസിനസ് രംഗത്തേക്ക് കടക്കാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിലും അവരൊന്ന് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നതായിരിക്കും നല്ലത്. എവിടം വരെ? 1 വർഷത്തേക്ക് നിന്ന് വെയിറ്റ് ചെയ്യുന്നത് നന്നായിരിക്കും. എന്നാൽ മഴ പെയ്യുന്നതിന് മുമ്പ് കൊള്ളിയാൻ മിന്നേറി എന്ന് പറയുന്നത് പോലെ 2025 സ്റ്റാർട്ടിങ് മുതൽ ഇമ്പ്രൂവ്മെന്റ് കണ്ടു തുടങ്ങും. പക്ഷേ 24 മോശമായിരിക്കും. വിദ്യാർത്ഥികൾക്ക്, ഉദ്യോഗാർത്ഥികൾക്ക്, അതുപോലെ തന്നെ ഉദ്യോഗത്തിൽ ഇരിക്കുന്നവർക്ക്, സർവീസിൽ തുടരുന്ന ആളുകൾക്ക്, അത് കേന്ദ്ര ഗവൺമെൻറ് ആവാം, സ്റ്റേറ്റ് ഗവൺമെൻറ് ആവാം, സെമി ഗവൺമെൻറ് ആവാം, ഉയർന്ന മാനേജ്മെൻറ്റ് കോട്ടയാവാം, വിദേശ ജോലികളാവാം, ജോലിയിൽ മിന്നൽ പരിശോധനയ്ക്ക് സാധ്യതയുണ്ട്. മിന്നൽ പരിശോധന നടന്നോട്ടെ, പക്ഷേ ചിലപ്പോൾ നിരപരാധികളും കുരുക്കിൽ വരാം. കെയർലെസ് കൊണ്ട് കുരുക്കിൽ വരാം, അല്ലെങ്കിൽ ഏതെങ്കിലും അഴിമതി ആരോപണത്തിൽ പങ്കുചേരാം, അതല്ലെങ്കിൽ സസ്പെൻഷൻ, ഡിസ്മിസ് മുതലായിട്ടുള്ള വിവരങ്ങളാണ്, അല്ലെങ്കിൽ ആക്ഷേപഹാസ്യങ്ങൾ, എന്തെങ്കിലും തരത്തിലുള്ള സ്ത്രീ വിഷയങ്ങൾ ഒക്കെ ഉണ്ടായി കുഴപ്പങ്ങൾ സംഭവിക്കാം. ഇതെല്ലാം കൂടെ ഒരുമിച്ച് വരേണ്ട കാര്യങ്ങളൊന്നുമില്ല. ഇവയിലേക്കൊന്ന് ശ്രദ്ധിച്ചാൽ ഈ കടമ്പകൾ കടന്നുകൂടാം. ഇങ്ങനെയുള്ള ഉദ്യോഗാർത്ഥികൾക്കും അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്കും അവരുടെ പഠന മികവിന് വേണ്ടി എന്തെങ്കിലും പരിഹാര ക്രിയകൾ നമുക്ക് നിർദ്ദേശിക്കുകയാണെങ്കിൽ വ്യാജഗ്രഹം ലഗ്നത്തിൽ നിൽക്കുന്നു, ശനി കണ്ടകനായിട്ട് നിൽക്കുന്നു, ശനീശ്വര ജപം നടത്തുന്നത് നല്ലതാണ്. ശനീശ്വര ജപസ്തോത്രം നല്ലതാണ്. ശനീശ്വര ക്ഷേത്രങ്ങളിൽ എള്ള് പായസം, നീരാഞ്ജനം, ശനിയാഴ്ച ദിവസങ്ങളിൽ ശാസ്താവിന് നെയ്വിളക്ക്, നീരാഞ്ജനം, എള്ള് പായസം മുതലായത് ചെയ്യാം. ശിവക്ഷേത്രത്തെങ്കിൽ ജലധാരം മുതലായത് ചെയ്യാം. ശുദ്ധേ മോദക പ്രതികലാജ സക്തവച്ചക്ഷു നാളീകേരനില, നാളികേരം ഉടച്ച് എള്ളെണ്ണ നിറച്ച് എള്ള് കിഴികെട്ടി രാവിലെ 9 മണിക്കകം ശാസ്താവിൻ്റെ ക്ഷേത്രത്തിൽ കത്തിക്കുകയാണെങ്കിൽ, അതായത് രാവിലെ 9 മണിക്കകം, 9 മണി കഴിഞ്ഞാൽ ശനിക്ക് ഗൗരവമില്ല. 9 മണിക്കുള്ളിലാണ് ശനി കയറി പിടിക്കുന്നത്. ഈ ശനിദോഷമുള്ളവർക്ക് രാവിലെ എഴുന്നേക്കാൻ മടിയാവും, കുളിക്കാനും പല്ല് തേക്കാനും ബുദ്ധിമുട്ട് വരും, ക്ഷേത്രത്തിൽ പോകുന്ന കാര്യമൊന്നും പറയണ്ടെന്നാവും. എന്തിന്? ഒന്ന് ഷേവ് ചെയ്യാനോ, അല്ലെ സ്ത്രീകൾക്കാണെങ്കിൽ ഒന്ന് കുളിക്കാനോ, ഒന്ന് ഫ്രഷായിട്ട് വസ്ത്രധാരണം ചെയ്യാനോ എല്ലാത്തിനും ഒരു അനീസസ്, അൺഹാപ്പി, ആൻസൈറ്റീസ് മുതലായത് വരും. പിന്നെ ഒരു യന്ത്രം പോലെ അങ്ങ് പ്രവർത്തിക്കും. രാവിലെ 9 മണിക്കകം ശനിദേവനെ ദർശനം നടത്തി കഴിഞ്ഞാൽ ശനിക്ക് പിടിക്കാൻ നോക്കുകയല്ല. അതായത് കോടതിക്കകത്ത് കിടന്ന ഒരു കുറ്റവാളിയെ പോലീസിന് പിടിക്കാൻ പറ്റൂല, അവർ വെളിയിലിട്ടേ പിടിക്കുകയുള്ളൂ. അപ്പം ഈ 9 മണിക്കുള്ളിൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവരെ കോവിലെത്തിക്കുകയുള്ളൂ. അത് എങ്ങനെയെങ്കിലും നീരാഞ്ജനം നടത്തിക്കുക 9 മണിക്ക് മുമ്പ്. പിന്നെ ഇതിന് പറ്റുന്നില്ലെങ്കിൽ എല്ലാവർക്കും ഇപ്പം ക്ഷേത്ര ദർശനം, ശാസ്താ ക്ഷേത്ര ദർശനം നടത്താൻ പറ്റിയില്ല എന്നിരിക്കും. അവർ രാവിലെ
എഴുന്നേറ്റ് അവനവൻ വിശ്വസിക്കുന്ന മൂർത്തിയെ ധ്യാനിച്ചിട്ട് നീലാഞ്ജന സമാനാഭം രവിപുത്രം യമാഗ്രജം ഛായാ മാർത്താണ്ഡ സംഭൂതം തന്നമാമി ശനീശ്വരം എന്ന ശനിദേവനെ സ്തോത്രം ചൊല്ലുക. 108 ആവർത്തനം, 1008 ആവർത്തനം. അധികസ്യ അധികംബരം, എത്ര കണ്ട് പ്രീതിപ്പിക്കുന്നു അത്രയും നല്ലത്. പിന്നെയുള്ളത് ചെയ്യാവുന്നത് ശനിയാഴ്ച ദിവസം അഗതികൾക്ക് ദാനം ചെയ്യുക. ശരിയായിട്ട് വിശക്കുന്നവന് ആഹാരത്തിനുള്ള വക. ശരിയായിട്ട് വിശക്കുന്നവൻ ആരോടും യാചിക്കുകയില്ല. അവൻ അഭിമാന പുരുഷരം മുണ്ടോ പാൻറ്റോ മുറുക്കി കൊടുക്കും, മിണ്ടത്തില്ല. അത് അറിഞ്ഞ് വലത് കൈ കൊണ്ട് കൊടുക്കുന്നത് ഇടത് കൈ അറിയരുത്. അറിഞ്ഞ് ചേട്ടാ അതിരിക്കട്ടെ, അല്ലെ ചേച്ചി ഇരിക്കട്ടെ. അപ്പം അവർ പറയും എനിക്ക് അത്ര വലിയ ദാരിദ്ര്യമൊന്നുമില്ല കേട്ടോ, അങ്ങനെ എന്നെ കാണരുത് എന്ന് പറയും. എന്നാലും ഇരിക്കട്ടെ. സഹായം ചെയ്യുക, ദാനങ്ങൾ ചെയ്യുക, അഗതികൾക്ക് ദാനം ചെയ്യുക, കാരുണ്യ പ്രവർത്തനം ചെയ്യുക. ഇതിനേക്കാളൊക്കെ വലിയ ഉപകാരമാണ്. പിന്നെ ജാതക നിലയിൽ ശനി അതികഠിനമായിട്ട് അഷ്ടമത്തിലോ കണ്ടകശനിയായിട്ടോ നിൽക്കുന്ന വ്യക്തികൾക്കുണ്ട്. അവർക്കിതൊന്നും ചെയ്താൽ മുഴുവൻ ഏക്കത്തില്ല. അതുകൊണ്ട് അവർക്ക് ശനീശ്വര പൂജകളോ ശനീശ്വര ഹോമങ്ങളോ ചെയ്യാം. അത് ശനിദേവനെ അരിപ്പൊടി, മഞ്ഞപ്പൊടി, കരിപ്പൊടി മുതലായ പത്മമിട്ട് ഇടുക. എന്നിട്ട് പേരും നക്ഷത്രവും വീട്ടുപേരും ചേർക്കുക. അതിനുശേഷം വെള്ളം, ചന്ദനം, പുഷ്പം, ധൂപം, ദീപം, അതായത് ഈ നമ്മുടെ പ്രപഞ്ചത്തിൽ കാണുന്ന സൂര്യൻ്റെ വെട്ടത്തിന് പകരമായിട്ടാണ് നമ്മൾ നിലവിളക്കും കർപ്പൂരമൊക്കെ കത്തിക്കുന്നത്. ദീപം ഭൂമിയിലെ വെള്ളത്തിൻ്റെ അംശമാണ്. ശങ്കിലെ ഇപ്പോൾ ക്ഷേത്രത്തിലൊക്കെ ചെല്ലുകയാണ്, ശങ്കിനകത്കണ്ടിയിൽ നിന്ന് വെള്ളം തരും, അത് മടിച്ച് കഴിക്കും, കുറച്ച് പെണ്ണുങ്ങൾ തലയിലേക്ക് ഒഴിക്കും, ഇല്ലേ? വെള്ളം കൊണ്ടാണ് പൂജിക്കുന്നത്. ഇങ്ങനെ കാണാൻ മേലെ വെള്ളം തൊട്ട് കർമ്മങ്ങൾക്കാണെങ്കിലും വെള്ളം തൊട്ട് 3, ചന്ദനം തൊട്ട് 3 പൂവ് ആരാധിച്ച് എന്നൊക്കെ പറയും. വെള്ളം ഈ പ്രകൃതിയിലെ ജലത്തിൻ്റെ അംശം ദേവതയ്ക്ക് കൊടുക്കുകയാണ്. ചന്ദനം എന്ന് പറയുന്നത് ഭൂമിയുടെ പ്രതീകമാണ്, കളഭം, അതും അർപ്പിക്കുന്നു. ആകാശത്തിൻ്റെ പ്രതീകമാണ് പുഷ്പം, പുഷ്പവും ഓക്സിജൻ്റെ പ്രതീകമാണ് ധൂപം. അതിനെ ധൂപമുദ്രകൾ കൊണ്ട് ദേവന്റെ പൊക്കിളിൽ കാണിക്കുന്നു. അതൊക്കെ നമുക്ക് പിന്നീട് വരും എപ്പിസോഡുകളിൽ എന്താണ് ദേവന്റെയും ദേവിയുടെയും പൊക്കിളിന് പ്രാധാന്യം, കണ്ണിന് പ്രാധാന്യം, മൂക്കിന് പ്രാധാന്യം, ചെവിക്ക് പ്രാധാന്യം, ഇങ്ങനെ ക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ ഇങ്ങനെ കൈകൊണ്ട് കാണിക്കുന്നതാണ്. നമ്മളിങ്ങനെ കണ്ട് കൈകൊണ്ട് എന്തോ അദ്ദേഹം വിരലുകൾ കൊണ്ട് കാണിക്കുന്നു. എന്താ ഇതിൻ്റെ പിന്നിലെ ശാസ്ത്രീയത? അതായത് ഓം വം അവാത്മന ജലം കൽപ്പയാമി, ഈ പ്രകൃതിയിലെ ജലത്തിൻ്റെ ഒരു അംശം ഇതാ ഞാൻ അങ്ങേക്ക് നൽകുന്നു എന്ന് പറഞ്ഞ് ന്യസിക്കുക. ഇതിൻ്റെ ശാസ്ത്രീയ വശങ്ങൾ നമുക്ക് വരും എപ്പിസോഡുകളിലായിട്ട് പ്രേക്ഷകർക്ക് കൊടുക്കാം. ഇങ്ങനെ ശനിപ്രീതി, ശനി ദേവന് വെള്ളം, ചന്ദനം, പുഷ്പം, ധൂപം, ദീപം മുതലായത് ഇടവൻ രാശിയിലുള്ള വിദ്യാർത്ഥികൾക്ക് ഈ പക്കനാളിനും ശരിയായ നാളിനും ജാതകവിധി പ്രകാരം ശനി ദോഷമായിട്ട് നിൽക്കുന്നവർക്കും ശനീശ്വര ജപം, ശനീശ്വര ഹോമം, ശനീശ്വര പൂജ, ശനീശ്വര സ്തോത്ര ജപം, ഇന്ദ്രനീലരത്നം, ഇന്ദ്രനീലം ശനി ദേവന് നല്ലതാണ്. പിന്നെ കാരുണ്യ പ്രവർത്തനം, ആഹാരം വലിച്ചു കൊടുക്കുക, പാവങ്ങൾക്ക് മരുന്ന് വാങ്ങിക്കൊടുക്കുക, വസ്ത്രം കൊടുക്കുക. പിന്നെ ശനിയാഴ്ച ദിവസം ഒരിക്കലും ഒരു നേരം ആഹാരം ഒരിക്കലും ബാക്കി 2 നേരം ആഹാരം ഒഴിവാക്കണം. ഒഴിവാക്കിയാൽ പോരാ, നാം കഴിക്കുന്ന ആഹാരത്തിന്റെ വക ഒരു സാധുവിനും കൊടുക്കുകയും ചെയ്യാം. എന്ത് വിചാരിച്ച് 2 നേരം അടുത്ത പട്ടിണി കഴിക്കാൻ പോകാന്ന് പറഞ്ഞ് രാവിലെ വയറ് ഫുള്ളായിട്ട് ആഹാരം കഴിച്ചുകൊണ്ട് പോയിരിക്കരുത്. ഏതാ ഉച്ചയ്ക്കും വൈകുന്നേരവും ഇനി കഴിക്കാൻ പറ്റിയല്ലോ. അതുകൊണ്ടൊരു 4 ഏത്തപ്പഴവും 1 മൊന്ത പാലും മത്സ്യം മാംസവും കഴിക്കുന്നവരാണെങ്കിൽ 2-3 കോഴിയും ഒക്കെ തിന്നച്ച് ഉച്ചയ്ക്കും വൈകുന്നേരവും ഇനി കഴിക്കാൻ പറ്റിയല്ലോ, ബോധമാണ് എന്ന് പറഞ്ഞിട്ടൊരു കാര്യമില്ല. വിശന്നിരിക്കണം. അതായത് പഴയ കാലത്ത് നമ്മുടെയൊക്കെ അമ്മമാരും ഒക്കെ അച്ഛന്മാർ വെളിയിലോട്ടൊക്കെ ജോലിക്ക് പോയിട്ട് വരുന്ന ആഹാരം കഴിക്കാതിരിക്കും. വന്നു കഴിഞ്ഞ് വിളമ്പി കൊടുത്തിട്ടേ കഴിക്കും. എന്തിനാണെന്നറിയോ? അതിൻ്റെ പിന്നിലൊരു മനഃശാസ്ത്രമുണ്ട്. എന്നെ നോക്കി അവൾ ഇരിക്കും, ഞാൻ അവിടെ ഇവിടെയും കറങ്ങി നടന്നാലൊന്നും ഒക്കത്തില്ല, അതുകൊണ്ട് ചെന്നിട്ടേ അവൾ ആഹാരം കഴിക്കും. അപ്പം അങ്ങനെ നമ്മൾ വിശപ്പിൻ്റെ വിളി എന്താണെന്നറിഞ്ഞ്, മരുന്നിൻ്റെ വില എന്താണെന്നറിഞ്ഞ്, വസ്ത്രത്തിൻ്റെ വില എന്താണെന്നറിഞ്ഞ് ആ ഇല്ലാത്തവന് കൊടുത്തു കഴിയുമ്പോൾ ദൈവം അവിടെ കാരുണ്യം കാണിക്കും. കൂടുതൽ പുണ്യപ്രവർത്തനങ്ങൾ ചെയ്യുന്ന കൂടുതൽ ഫലങ്ങൾ കിട്ടും. ഒന്നുമില്ലേലും ഒരിക്കലെങ്കിലും എടുക്കും. വിദ്യാഭ്യാസ പുരോഗതി, തൊഴിൽ സാധ്യത, തൊഴിലിൽ ഇരിക്കുന്നവർക്ക് സസ്പെൻഷൻ, ഡിസ്മിസ്,
ട്രാൻസ്ഫർ പനിഷ്മെൻറ്റ് വരാതിരിക്കാനും, അതുപോലെ ബിസിനസ്സുകാർക്ക് പൊതുവെ ഡൗൺ ആയിരിക്കും ഈ രാശിപ്പെട്ടവർക്ക്, അവർക്ക് വരാതിരിക്കാനും, കായിക രംഗങ്ങളിൽ നിൽക്കുന്ന ഒരു പോകോട്ട് തള്ളിപ്പോവാൻ ന്യായമുണ്ട്. പുതിയ പുതിയ പുതുമുഖങ്ങൾ വരുമ്പോൾ പഴയ മുഖങ്ങൾ വേണ്ട. അപ്പം അതിന് പകരം അവർക്ക് രക്ഷപ്പെടാൻ ഒക്കെ ആയിട്ടുള്ള മാർഗങ്ങൾ ഇതെല്ലാം സൃഷ്ടിച്ചിരിക്കുന്ന സൃഷ്ടാവ് ഈ ഗ്രഹങ്ങളെയെല്ലാം അധീനതയെ സ്വൽപ്പടിക്ക് നിർത്തിയിരിക്കുന്നത് ഓരോ പുതിയ പുതിയ കർമ്മങ്ങൾ നടക്കാൻ വേണ്ടിയിട്ടാണ്. എല്ലാം നല്ലതിനാന്ന് തന്നെ അങ്ങ് ചിന്തിച്ചോളുക. അവനോര് വരുമ്പോൾ ആ ദോഷകാഠിന്യം മഴയത്ത് കുട ചൂടും പോലെ കാഠിന്യങ്ങൾ മാറ്റാനാണ്, അല്ലെങ്കിൽ വെയിലത്ത് ഏസിക്കാത്തിരിക്കുന്ന പോലെ. വെയിൽ നിർത്താൻ നമ്മളെ കൊണ്ട് പറ്റില്ല. താൽക്കാലിക ശാന്തികളാണ് ഇതെല്ലാം. 2024 ഈ ബിസിനസ്സുകാര്, കച്ചവടക്കാര്, അങ്ങനെ കച്ചവടക്കാർക്ക് ശനിപ്രീതി നിർബന്ധമായിട്ടും ഇതുപോലെ തന്നെ വ്യാഴപ്രീതിയും വേണം. 2 ഗ്രഹങ്ങൾ ഓപ്പോസിറ്റായിട്ടാണ്. വ്യാഴാഴ്ച ദിവസങ്ങളിൽ ശ്രീകൃഷ്ണന് പാൽപ്പായസ നിവേദ്യങ്ങൾ, മാലകൾ ചാർത്തുക, പുഷ്പാർച്ചനകൾ, അതുപോലെ തന്നെ വൈഷ്ണവ സ്തോത്രങ്ങൾ ജപിക്കുക. ദേവാനാംജ ഋഷീണാഞ്ച ഗുരും കാഞ്ചനസന്നിഭം ബുദ്ധിഭൂതം ത്രിലോകേശം തങ്കുരും പ്രണതോസ്മിഷം എന്ന സ്തോത്രങ്ങൾ കൊണ്ട് വിഷ്ണുവിനെ, കൃഷ്ണനെ, ശ്രീരാമനെ ഒക്കെ പുഷ്പാർച്ചനകൾ ചെയ്യാം. വ്യാഴാഴ്ച പാൽപ്പായസ നിവേദ്യങ്ങൾ ചെയ്യാം. അതായത് ഈ ദിവസങ്ങളിൽ ഒരിക്കലെടുത്ത് യഥാർത്ഥ സാധുക്ക് അന്നദാനം ചെയ്യാം, മരുന്ന് ദാനം ചെയ്യാം, പണം ഇത് കൊടുക്കാം. അതുപോലെ തന്നെ എന്താണോ വിഷമിക്കുന്നത് ആ വിഷമത്തിന് പകരമായി മനസ്സ, വാച, കർമ്മണ, ഹസ്താഭ്യം, പൽഭ്യം, ഉദരേണ, ശിസ്ന, ഏൽസ്മതം, യദുക്തം, ഏൽക്കൃതം, തത്സർവം. മനസ്സുകൊണ്ട് നല്ലത് പറഞ്ഞു കൊടുക്കുക, അതൊരു കാര്യം പുറത്ത്. അതെ. വാച, നല്ല വാക്ക് പറയുക. കർമ്മണ, നല്ല പ്രവൃത്തി ചെയ്ത് കൊടുക്കുക. ഹസ്താഭ്യം, കൈകൊണ്ട് ഒരു പാവത്തിനെ എടുത്ത് അങ്ങനെ കസേരയൊക്കെ എടുത്ത് എഴുന്നേറ്റ് നടക്കാൻ മേലാത്തവരെ, അല്ലാണ്ട് തല്ലിക്കൊല്ലരുത്, എടുത്ത് ഇങ്ങോട്ട് മരുന്ന് വെച്ച് കൊടുക്കുക. അതെ. ഹസ്താഭ്യം, തൽഭ്യം, ഉദരേണ, വിശപ്പിന് വേണ്ടത് കൊടുക്കുക. അങ്ങനെ എന്ത് വിഷമിക്കുന്നു അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്ത് കൊടുക്കുക. എല്ലാവർക്കും പണം കൊടുത്ത് സഹായിക്കാൻ പറ്റൂല, മരുന്ന് വാങ്ങി കൊടുക്കാൻ പറ്റുകയില്ല, പെണ്ണിനെ കെട്ടിച്ചു വിടാനുള്ള പൈസ ഇല്ല. ഒരു പാവത്താനാണ്, അവർക്ക് ശരിപ്രീതി വേണം താനും. കൈകൊണ്ടോ കാലുകൊണ്ടോ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ചെയ്തു കൊടുക്കാവുന്ന കാര്യങ്ങൾ അതെങ്കിലും ചെയ്തു കൊടുക്കുക. കിട്ടിയാൽ കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്താൽ ബിസിനസ്സുകാർക്കും ഉദ്യോഗസ്ഥന്മാർക്കും അതുപോലെ തന്നെ ഈ രാശിപ്പെട്ട് വേദന അനുഭവിക്കുന്നവർക്ക് ഒരു മാർഗദർശിനിയായിരിക്കും. പിന്നെ കുടുംബസ്ഥർക്ക് കുറച്ചുകൂടെയൊക്കെ കഴിഞ്ഞാൽ ഈ വർഷം കൊണ്ട് മക്കളുടെ കാര്യങ്ങളിലും മരുമക്കളുടെ കാര്യങ്ങളിലും ദാമ്പത്യാദി കാര്യങ്ങളിലും ഭാര്യാഭർത്താക്കന്മാർക്കാണെങ്കിൽ രാശിപ്പെട്ടവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കുടുംബക്കാർ തങ്ങളിൽ കശപിശ, ചെറിയ ചെറിയ അപവാദങ്ങളും ആരോപണങ്ങളും തെറ്റിദ്ധാരണകളും അബദ്ധധാരണകളും ശരിയായ ധാരണകളും ഇതെല്ലാം വരും. അതുകൊണ്ട് ദാമ്പത്യപരമായിരിക്കുന്നവർക്ക് കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാലമാണ്. ബിസിനസ്സുകാർ കൂടുതൽ ശ്രദ്ധിക്കണം. കലാകായിക രംഗത്ത് നിൽക്കുന്നവർ, കുടുംബസ്ഥരായിട്ടുള്ള ആളുകൾ കുടുംബസ്ഥർ കൂടുതലായിട്ട് വേണം. കാരണം കുടുംബത്തിൽ നമുക്ക് 2 പെൺകുഞ്ഞുങ്ങൾ വളർന്ന് വന്നിരിക്കുക. അത് ഇറക്കി വിടണമെങ്കിൽ നല്ല വർത്താനം കൊണ്ടൊന്നും പറ്റില്ല, 10 ചക്രം കരുതിയെങ്കിലേ പറ്റുള്ളൂ എന്നൊരു ഉദ്യോഗസ്ഥനോട് ഭാര്യ പറഞ്ഞ് വിടുകയാണെങ്കിൽ ആ ഉദ്യോഗസ്ഥന് ഏത് നിലയിൽ മുന്നോട്ട് പോകേണ്ടി വരിക, എങ്ങനെയും പണം ഉണ്ടാക്കേണ്ടി വരികയല്ലേ. അന്നേരമാണ് ഈ അഴിമതിയിലൊക്കെ പെടുന്നതും അനാചാര്യങ്ങളിലൊക്കെ പെടുന്നതും കുടുങ്ങുന്നതും ഒക്കെ. അതുകൊണ്ട് സമാധാനപരമായിട്ട് ഈ വർഷം മുന്നോട്ട് പോയാൽ വലിയ കുഴപ്പമില്ലാതെ പോകും. അല്പം വെയിറ്റ് ചെയ്യുന്നതാണ് നല്ലത്. നന്മകൾ വലിയ താമസമില്ലാതെ മാറി വിളിക്കുന്നുണ്ട്. അത് നമുക്ക് വരും എപ്പിസോഡുകളിലായിട്ട് കാത്തിരുന്ന് നമുക്ക് കാണാം. ഈ രാശിക്കാർക്ക് സന്തോഷിക്കാൻ അവസരങ്ങൾ വരുന്നുണ്ട്. 2024 അല്പം ക്ഷമിക്കുക എല്ലാ രംഗത്തും. തീർച്ചയായിട്ടും 2024 ഇടവൻ രാശിയിലുള്ള നക്ഷത്രക്കാർ അല്പം കരുതലോടുകൂടി കാര്യങ്ങൾ സമീപിക്കണം എന്നാണ് നമ്മുടെ ജ്യോതിഷ പണ്ഡിതനായിട്ടുള്ള കുടുംബാളൂർ ശർമ്മ അവர்கள் നമ്മോട് പറയുന്നത്. തീർച്ചയായിട്ടും നാമജപം, അതുപോലെ ക്ഷേത്ര ദർശനം, അതുപോലെ കാരുണ്യ പ്രവർത്തനങ്ങൾ, അങ്ങനെയുള്ള പ്രവൃത്തി കൊണ്ട് നമുക്ക് ആകാവുന്ന സഹായങ്ങൾ ചെയ്തുകൊണ്ട് നമ്മുടെ ഈ ഒരു രാശി സമയം നമ്മൾക്ക് കഴിച്ചുകൂട്ടിയാൽ നല്ലൊരു രാശിഫലം നമുക്ക് ഇനി വരുന്ന നാളുകളിൽ ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ ശർമാജി അവർ നമ്മോട് ഉറപ്പ് നൽകിയാണ്. നന്ദി. അടുത്ത ഒരു എപ്പിസോഡിലേക്ക് കടന്നുവരെ നമസ്കാരം.